ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ രാവിലെ 5 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 5 മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു മധൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അവിടെ ഉത്സവം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് പോകാൻ അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. രാവിലെ വന്നതുകൊണ്ട് വണ്ടി നേരെ നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ തന്നെ പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ എവിടെയോ ദൂരം, കുറേ ദൂരം വണ്ടി വെച്ചിട്ട് നടക്കേണ്ടി വരും. കാരണം അത്രയ്ക്കും തിരക്കാണ്. കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറേ നടക്കാനുണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്ക് കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് നടക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പോയതാണ്. നമ്മൾ അകത്തേക്ക് ഇങ്ങനെ പോകുന്നുള്ളതാണ്. പിന്നെ ഇവക്ക് രാത്രിയും ഇല്ല പകലും ഇല്ല, ആ ഒരു അവസ്ഥയാണ്. ഉറക്ക് തീരെ ഇല്ലാത്ത ആളാണ്. അത് എന്താ, അവൾ ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഉറക്കില്ല, ഫുള്ള് കരച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പം കരയുന്നൊന്നുമില്ല, ഫുള്ള് കളിയൊക്കെയാണ്. ഇവളിതാ ഫുള്ള് ഇങ്ങനെ ലൈറ്റിങ്സൊക്കെ നോക്കുന്നുള്ളതാണ്. ഫുള്ള് അവിടെ ഫുള്ള് ഇങ്ങനെ ലൈറ്റൊക്കെ ആയിരുന്നു. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഭജനൊക്കെ പാടുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. പിന്നെ ഹസ്ബൻഡ് കുറച്ചിങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വെറുതെ ഇങ്ങനെ ഞാൻ പോയിട്ട് വരുന്നുള്ളതാണ്. ഇവിടെ ഫുള്ള് ചേഞ്ചസ് ആണ്. കാരണം ഈ ഒരു പാലം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഫുള്ള് അവിടെ വെള്ളമായിരുന്നു, കുളം പോലെ ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് അവർ പാലം വെച്ചു. ഈ ഒരു സംഭവം കണ്ടോ, ഇതെല്ലാ ഉത്സവത്തിൻ്റെ സ്ഥലത്തും ഉണ്ടാവാറുണ്ട് ഏകദേശം. അപ്പോൾ അതിനെ നമ്മൾ പേത്താളം അങ്ങനെ എന്തോ ആണ് പറയാറ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ 2 അമ്മമാരെയും കാണുന്നില്ല ഇവിടെ എവിടെയും. എന്തോ റിസിപ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് എത്ര നോക്കിയിട്ടും കാണുന്നില്ല. പിന്നെ വിചാരിച്ച് നമ്മൾ എന്തായാലും അമ്പലത്തിൻ്റെ പുറത്ത് പോവാം, വണ്ടിൻ്റെ അവിടെ ഏറ്റവും പോയാൽ അവർ വരുമല്ലോ അങ്ങോട്ടെന്ന് വിചാരിച്ചിട്ട് പോകുന്നുള്ളതാണ്. വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് ഇരുട്ടായതുകൊണ്ട് ഇവിടെ ഫോട്ടോസ് അങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്നില്ല. കാരണം ഈ ഒരു ബൾബ് ഫുൾ ഇങ്ങനെ മിന്നുന്നത് കൊണ്ട് എന്താണെന്നറിയില്ല. പിന്നെ ഇതാ അവരും വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അടിപൊളിയാണ്. അപ്പോൾ ഈ രാവിലെ വന്നതുകൊണ്ടും നല്ല രസമാണ്. പക്ഷേ ഈ പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാറുണ്ട്. നമ്മൾ ഇന്നലെ വന്നതായിരുന്നെങ്കിൽ നമുക്ക് ജയറാമിനെയൊക്കെ കാണാൻ പറ്റിയേനെ. കാരണം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോകുന്നുള്ളതാണിപ്പോൾ. അപ്പോൾ കിയാര നല്ല ഉറക്കത്തിലാണ്. ആൾ രാവിലെ തന്നെ എഴുന്നേറ്റു, ഉറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് ബാക്ക് സൈഡിൽ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ആളറിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.